കൊട്ടിയൂർ ദർശനത്തിനെത്തിയതാണ് ഗോകുലം ഗോപാലൻ. ഗോപാലേട്ട, എല്ലാ വർഷവും ഇത്തരത്തിൽ കൊട്ടിയൂരിൽ എത്തുക എന്നുള്ളത് ഒരു ആത്മസംതൃപ്തിയും കൂടിയാണല്ലേ? തീർച്ചയായിട്ടും 5 വയസ്സ് മുതൽക്ക് ആരംഭിച്ചതാണ് ഇവിടുത്തെ ദർശനം. കാരണം ഒരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയമായി ഒരു ദിവസം തോറും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. നമുക്ക് ഒരു നിവൃത്തി, അതായത് നമുക്ക് എന്തുണ്ടെങ്കിലും എന്ത് സന്തോഷത്തിനും ഒരു നിവൃത്തി ഉണ്ടാകണമല്ലോ. ആ നിവൃത്തി ഉണ്ടാകുന്ന ഈ കൊട്ടിയൂർ വന്നതിന് ശേഷമാണ്. പിന്നെ ഇവിടെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ കാരണം എന്നെ ഭക്തി എന്നത് കാര്യം ആത്മീയമായി പഠിപ്പിച്ച അച്ഛൻ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആദ്യം വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അത് വലിയൊരു നമ്മൾ ഒരു ആത്മീയ ബന്ധമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനമായി ഞാൻ ഇവിടെ കാണുകയാണ്. ഇതിൽ കൊട്ടിയൂരിലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രമില്ല ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ. അത് പ്രകൃതിയും മനുഷ്യനും വിശ്വാസവും ഒക്കെ എല്ലാം ഒന്നാണ് എന്ന് പറയും. ഒരു ഏക സങ്കല്പം എന്നുള്ളൊരു വലിയൊരു സന്ദേശം ഇവിടെ കൊട്ടിയൂർ ക്ഷേത്രമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രം ഈ അക്കരെ കൊട്ടിയൂർ അങ്ങനെയില്ല. കാരണം അങ്ങനെയാണ് കാലത്തിൽ ചെയ്തത്. ഇത് നിങ്ങൾ ഇതിൻ്റെ ഐതിഹ്യമക്കളൊക്കെ എനിക്ക് അറിയാമല്ലോ, മനസ്സിലായില്ലേ? പാർവതി ഒരു ദക്ഷയാഗം നടത്തിയ ഒരു സ്ഥലമാണ്. ആ ദക്ഷയാഗത്തിൻ്റെ ആ പവിത്രത ഇന്നും നിലനിർത്തുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ. അതുകൊണ്ട് വേറെ ക്ഷേത്രങ്ങളൊന്നും പണിയാണ്ട് അവിടുത്തെ പാരമ്പര്യമായിട്ട് ഇത് തന്നെ നടത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ ശരിക്കും വരുമ്പം തന്നെ ഒരു യാഗം നടത്തിയ സ്ഥലം മാതിരി നമുക്ക് തോന്നുന്നുണ്ട്. ആ തോന്നിച്ചതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത് ഇപ്പോൾ മുമ്പത്തെ അത്ര ജനങ്ങളൊന്നും ഇല്ലായിരുന്നു. ധാരാളം ജനങ്ങൾ ഇവിടെ പല സ്ഥലങ്ങളിൽ വന്നുകൊണ്ടാണ്, കേരളത്തിന് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പേ ശബരിമല അങ്ങനെയായിരുന്നു. ഇപ്പോൾ ശബരിമല എങ്ങനെയുണ്ട് അതുപോലത്തെ ഒരു കാലം തീർച്ചയായും ഇത് ആകും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുള്ളത്. കാരണം അങ്ങനെ അത്രയും ജനങ്ങൾ ഇതിൻ്റെ ഐതിഹ്യത്തിലോട് ഇത് എവിടെയാണ് ഈ കൊട്ടിയൂരെന്ന് ചോദിച്ചു വരുന്ന എത്രയോ പേരിനോടുണ്ടായിരുന്നു. വിളിച്ചാൽ വിളി കേൾക്കും എന്നുള്ള ഒരു ഉറപ്പും വരുന്ന വിശ്വാസികൾക്കെല്ലാം ഉണ്ട്. അത് തീർച്ചയായും അതാണ് സത്യം, അതാണ് അതിൻ്റെ സത്യം. കാരണം നമുക്കൊക്കെ മനസ്സിലായ ഒരു കാര്യം, പ്രാക്ടിക്കലി യാഥാർത്ഥ്യമായിട്ട് മനസ്സിലായ കാര്യമാണ്. അവരുടെ ഒരു പ്രതീക്ഷകൾ നമ്മൾ പുതിയ തലമുറയ്ക്ക് നമുക്കിങ്ങനെയുള്ള ഒരു സന്ദേശം കൊടുത്താൽ തീർച്ചയായും ആ തലമുറ ആത്മീയമായിട്ട് വളരും, ഐശ്വര്യങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്ഥലം ഇതാണ്. വെഞ്ചുറയിലൂടെയൊക്കെ നടന്ന് ഒരു തണുത്ത ഒരു പ്രകൃതിയുടെ തണുത്ത ഒരു അനുഭവമൊക്കെ, ഒരു മഴ നനയുന്നു, ഇതൊക്കെ അത് തീർച്ചയായും ഒരു പ്രകൃതിയോട് കൂടിച്ചേരുന്ന ഒരവസ്ഥ നമുക്കിവിടെ വന്നാലുണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും ഗോകുലം ഗോപാലൻ ഇപ്പോൾ ദർശനം പൂർത്തീകരിക്കുകയാണ്. എന്തായാലും വലിയ തോതിൽ ജനങ്ങളെയെല്ലാം വന്നെത്തുന്ന ഭക്തജനങ്ങളെയെല്ലാം വളരെയധികം ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു തീർത്ഥാടനം, ആ സന്ദേശമാണ് കൊട്ടിയൂർ ദേവസന്നിധി ഭക്തജനങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. പ്രശസ്തരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ കേരളത്തിൽ തന്നെയുള്ള തൻ്റെ 5 വയസ്സ് മുതൽ തന്നെ ഇവിടത്തേക്ക് ദർശനത്തിന് വേണ്ടി എത്തിയ അനുഭവമാണ് ഗോകുലം ഗോപാലൻ പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ നിരവധിയായിട്ടുള്ള ഭക്തന്മാർ കൊട്ടിയൂരിലേക്ക് നിരന്തരമായ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.